അപ്പോൾ ഗൈസ് എല്ലാവർക്കും ലക്ഷ്യം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ കൊടുന്നിരിക്കുന്നത് പറഞ്ഞാൽ മിക്സ് ആൻഡ് മാച്ച് ആണ്. നൈറ്റി ഫ്രോക്ക് കിട്ടാം. അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ലൈക്ക് അടിച്ചു കൊടുക്കാം. ശരി. അപ്പോൾ ഗൈസ് ഫസ്റ്റ് വന്നത് മീഡിയം സൈസിലാണ് വരുന്നത്. കളർ ഞാൻ പറയണില്ല, കളർ ഏകദേശം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ നെക്കിൻ്റെ പോർഷനിൽ ഒരു ചെറിയൊരു വർക്ക് കൊടുത്തിരിക്കണം. പിന്നെ കൈയിൻ്റെ അവിടെ അലാസ്റ്റിക് കൊടുത്തിരിക്കണം. സൈഡിലായിട്ട് ടൈ ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത കളക്ഷൻ കാണാം. അപ്പോൾ ഗൈസ് ഇപ്പൊ കാണിച്ചതിന്റെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നത്. നെക്കിന്റെ പോർഷനിൽ ഒരു അക്കോപമായി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രിന്റാണ്. പിന്നെ സൈഡിലായിട്ട് അലാസ്റ്റിക്, സൈഡിൽ ടൈ വരുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഫ്രില്ല് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് അടുത്ത കളക്ഷൻ കാണാം. അപ്പോൾ ഗൈസ് ഇതും വന്നിട്ട് മീഡിയം കേട്ടോ. കളറ് പിന്നെ ബ്ലൂവും, ഞാൻ കളറ് പറയണില്ല, നിങ്ങൾ നോക്കി മനസ്സിലാക്കി. സൈഡിലായിട്ട് അലാസ്റ്റിക് കൊടുത്തിരിക്കണം. നെക്കിൻ്റെ പോർഷനിൽ ചെറിയൊരു പ്രിന്റ് കൊടുത്തിരിക്കണം. ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഫ്രില്ല്, സൈഡിൽ ടൈ. ഷേപ്പ് നോക്കിക്കോട്ടെ അതിൻ്റെ. അപ്പോൾ ഗൈസ് അടുത്ത കളക്ഷൻ കാണാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ കാണിച്ചതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് ഇട്ടാ. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് കാണിക്കുന്നതെല്ലാം മിക്സ് ആൻഡ് മാച്ച് തന്നെ കേട്ടോ. ഫുള്ള് ഏകദേശം മിക്സ് ആൻഡ് മാച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ പോർഷനിലായിട്ട് ഒരു ചെറിയ വർക്ക് കൊടുത്തിക്കണം. കയ്യുമ്മ നമ്മൾ അലാസ്റ്റിക് കൊടുത്തിക്കണം കേട്ടോ. ബാക്കിയൊക്കെ സെയിമാണ് വരുന്നത്. സൈഡിലായിട്ട് ടൈ, ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഫ്രില്ല്. അപ്പോൾ ഗൈസ് അടുത്ത കളക്ഷൻ കാണാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നതൊക്കെ മീഡിയം സൈസാട്ടോ വരുന്നത്. അപ്പോൾ നെക്കിൻ്റെ പോർഷനിൽ ഒരു ചെറിയ പ്രിൻ്റ് കൊടുത്തിക്കണം. കയ്യിലായിട്ട് അലാസ്റ്റിക് കൊടുത്തിക്കണം. സൈഡിൽ ടൈ, ഏറ്റവും ലാസ്റ്റ് ഫ്രില്ല്. മോഡലൊക്കെ സെയിമാണ്, കളർ ചേഞ്ച് ഉണ്ടാവും. പിന്നെ മിക്സ് ആൻഡ് മാച്ച് അങ്ങനെയായിട്ട് വരുന്നത്. ഷേപ്പ് നോക്കിക്കൂടെ. അപ്പോൾ ഗൈസ് അടുത്ത കളക്ഷൻ കാണാം. അപ്പോൾ ഗൈസ് ഇതുവരെ നമ്മൾ കാണിച്ചിരുന്നത് മീഡിയം സൈസാണ്. ഇനി വരുന്നത് ലാർജ് ആട്ടാ. നെക്കിൻ്റെ പോർഷനിൽ ചെറിയൊരു പ്രിന്റ്, സൈഡിലായിട്ട് അലാസ്റ്റിക് കൊടുത്തിക്കണം. ഒരു ടൈയും സൈഡിൽ കൊടുത്തിട്ടുണ്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഫ്രില്ല്. അപ്പോൾ ഗൈസ് അടുത്ത കളക്ഷൻ കാണാം. അപ്പോൾ ഗൈസ് ഇത് ലാർജ് സൈസ് ആയിട്ട് വന്നിട്ട് നെക്കിൻ്റെ പോർഷനിലായിട്ട് ഒരു ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ സെയിം ആയിട്ട് വരുന്നത്. കളർ മാത്രം ചേഞ്ച് ചെയ്യുന്നുള്ളൂ. പിന്നെ അലാസ്റ്റിക് കൊടുത്തിരിക്കണം. ഏറ്റവും ലാസ്റ്റിലായിട്ട് ഫ്രില്ല് കൊടുത്തിരിക്കണം. സൈഡിൽ ടൈ കൊടുത്തിരിക്കണം. അപ്പോൾ ഗൈസ് അടുത്ത കളക്ഷൻ കാണാം. ഇത്ര അടിപൊളി കളറാണ്. പലവർക്കും പല കളറാവും ഇഷ്ടപ്പെടുക. എനിക്ക് ഇപ്പം കാണിച്ചതിലും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട കളർ കേട്ടോ. പലവർക്കും പല കളറാവും ഇഷ്ടപ്പെടുക. അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ പോർഷനിൽ ഒരു വർക്ക് കൊടുത്തിരിക്കണം. കൈയിൻ്റെ അവിടെ ആയിട്ട് ഒരു അലാസ്റ്റിക്കും കൊടുത്തിരിക്കണം. അപ്പോൾ ഷേപ്പ് കണ്ടുപോയി. പിന്നെ ഏറ്റവും ലാസ്റ്റിൽ വന്നിട്ട് ഫ്രില്ല് കൊടുത്തിരിക്കണം. സൈഡിലായിട്ട് ടൈ. ബാക്കിയൊക്കെ സെയിമായി വരിക. കളറും വരും, കളർ ചേഞ്ച് ആവും, പിന്നെ സൈസും. അപ്പോൾ ഗൈസ് അടുത്ത കളക്ഷൻ കാണാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ കാണിച്ചതിൻ്റെ മിക്സ് ആൻഡ് മാച്ച്.
നെക്കിൻ്റെ പോർഷനിലെ പ്രിൻ്റ് സൈഡിലായിട്ട് കൈയിൻ്റെ അവിടെ ആയിട്ട് അലാസ്റ്റിക് കൊടുത്തിക്കണം. ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഫ്രില്ല് കൊടുത്തിക്കണം. പിന്നെ സൈഡിലായിട്ട് അലാസ്റ്റിക് അല്ല ടൈ. അപ്പോൾ ഗൈസ് അടുത്ത കളക്ഷൻ കാണാം. അപ്പോൾ ഗൈസ് ഇപ്പം നമ്മൾ ഇതുവരെ കാണിച്ചത് ലാർജ് സൈസാണ്. ഇനി വരുന്നത് XL ആട്ടോ. അപ്പോൾ നെക്കിൻ്റെ പോർഷനിൽ ചെറിയ വർക്ക് കൊടുത്തിക്കണം. കൈയിൻ്റെ അവിടെ ആയിട്ട് അലാസ്റ്റിക് കൊടുത്തിക്കണം. ഷേപ്പ് നോക്കിക്കോളെ. അപ്പോൾ സൈഡിലായിട്ട് ടൈ കൊടുത്തിക്കണം. ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഫ്രില്ല്. അപ്പോൾ ഗൈസ് അടുത്ത കളക്ഷൻ കാണാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ കാണിച്ചതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് കേട്ടോ. നെക്കിൻ്റെ പോർഷനിൽ ഒരു പ്രിൻ്റ് കൊടുത്തിക്കണം. സൈഡിൽ അലാസ്റ്റിക്, ഷേപ്പ് നോക്കിക്കോട്ടോ. സൈഡിലായിട്ട് ടൈ, ഏറ്റവും ലാസ്റ്റ് ഫ്രില്ല്. XL ആട്ടോ സൈസ് വരുന്നത്. അപ്പോൾ ഗൈസ് അടുത്ത കളക്ഷൻ കാണാം. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ കാണിച്ച കളർ തന്നെയാണ്, സൈസ് മാത്രം വ്യത്യാസമുണ്ട്. നെക്കിൻ്റെ പോർഷനിൽ ഒരു പ്രിൻ്റ് കൊടുത്തിക്കണം. സൈഡിലായിട്ട് അലാസ്റ്റിക്, ഏറ്റവും ലാസ്റ്റ് ഫ്രില്ല് കൊടുത്തിക്കണം. സൈഡിൽ ടൈയും കൊടുത്തിക്കണം. അപ്പോൾ ഗൈസ് അടുത്ത കളക്ഷൻ കാണാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ കാണിച്ചതിൻ്റെ മിക്സ് ആൻഡ് മാച്ച്. നെക്കിൻ്റെ പോർഷനിൽ ചെറിയ വർക്ക് കൊടുത്തിക്കണം. സൈഡിലായിട്ട് കൈയിൻ്റെ അവിടെ അലാസ്റ്റിക് കൊടുത്തിക്കണം. ഏറ്റവും ലാസ്റ്റ് ഫ്രില്ല്, സൈഡിൽ ടൈ. അപ്പോൾ ഗൈസ് അടുത്ത കളക്ഷൻ കാണാം. അപ്പോൾ ഗൈസ് അടുത്ത വന്നിട്ട് ഇപ്പോൾ കാണിക്കുന്നൊക്കെ XL ആട്ടോ. നെക്കിൻ്റെ പോർഷനിൽ ചെറിയ പ്രിൻ്റ് കൊടുത്തിക്കണം. സൈഡിലായിട്ട് അലാസ്റ്റിക് കൊടുത്തിക്കണം. ഏറ്റവും ലാസ്റ്റ് ഫ്രില്ല്, സൈഡിലൊരു ടൈയും കൊടുക്കണം. അപ്പോൾ ഗൈസ് അടുത്ത കളക്ഷൻ കാണാം. നെക്കിൻ്റെ പോർഷനിൽ ഒരു ചെറിയ പ്രിൻ്റ് കൊടുത്തിക്കണം. സൈഡിൽ അലാസ്റ്റിക്, കൈയിൻ്റെ അവിടെ ആയിട്ട് ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഫ്രില്ല് കൊടുത്തിക്കണം. സൈഡിലൊരു ടൈയും. അപ്പോൾ ഗൈസ് ബാഗ് ഓർഡർ ആക്കിക്കോളി. അപ്പോൾ അടുത്ത കളക്ഷൻ കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇതുവരെ കാണിച്ചത് XL, ഇനി വരുന്നത് XXL ആട്ടോ. ഞാൻ കാണിച്ചിങ്ങനെ പോവാം. ഏകദേശം ഇപ്പോൾ പറഞ്ഞ തന്നെ അല്ല, ഇനി പറഞ്ഞ തന്നെ പറയുമ്പോൾ കുറേ ബോറാവും. അപ്പോൾ ഗൈസ് ഇതിൻ്റെ മിക്സ് ആണെന്ന് വെച്ചാൽ കേട്ടോ. ഇത്ര എടുത്ത് പിടിച്ചാലേ ഇതിൻ്റെ പ്രിൻറ്റിങ് കറക്റ്റ് മനസ്സിലാവും.
അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ കാണിച്ച് ഡബിൾ എക്സ് എൽ ചെയ്യുന്നത്, ഇനി വരുന്നത് ട്രിപ്പിൾ എക്സ് എൽ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ ലാസ്റ്റ് കളക്ഷൻ കേട്ടോ. ഇപ്പോൾ കാണിച്ചൊക്കെ ട്രിപ്പിൾ എക്സ് എൽ ആണ്. അപ്പോൾ നെക്കിൻ്റെ പോർഷനിൽ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ തന്നെ പറയേണ്ട ആവശ്യമാണ് പാട്ട് കൊടുക്കുന്നത് കേട്ടോ. കൈൻ്റെ അവിടെ ആയിട്ട് ലാസ്റ്റ് കൊടുക്കുന്നത്. ലാസ്റ്റ് വന്നിട്ട് ഫ്രില്ല്, സൈഡിൽ ടൈ. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. മസ്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഗൈസ് വീഡിയോ കാണുമ്പോൾ തന്നെ മാക്സിമം ഓർഡർ ചെയ്യാൻ നോക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന കാര്യം ബൈ പോയിട്ടാണ്.